നാം വീണ്ടും ഒരു ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ ആയിരിക്കുകയാണ്. ഓരോ ദുഃഖവെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഓരോ നല്ല വെള്ളിയാഴ്ചയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. യേശുവിന്റെ ക്രൂശീകരണ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ദുഃഖവെള്ളിയാഴ്ചയും അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ചയും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കിരാതവും വേദനാജനകവുമായ മരണമായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത്. അതായത് ക്രൂശ് മരണം. കൊടും പാപികൾക്കും ഒരു വലിയ തെറ്റ് ചെയ്തവർക്കും നൽകുന്ന ഒരു മരണം. എന്നാൽ യേശുവിന്റെ ജന്മം മുതൽ യേശുവിന്റെ പ്രവർത്തന കാലത്തും യേശുവിന്റെ ശുശ്രൂഷ മേഖലയും എല്ലാം ജീവിതത്തിൽ എപ്പോഴും യേശു ഒരു പാപം പോലും ചെയ്തിട്ടില്ല, മറ്റാരെയും വേദനിപ്പിച്ചിട്ടില്ല. തന്റെ അവസാന നിമിഷങ്ങളിൽ പോലും മറ്റാർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും യേശു തന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും യേശു മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റത്. അങ്ങനെയാണ് നമുക്ക് പാപവിമോചനം ലഭിച്ചത്. 1000 മരണത്തിന് തുല്യമായ മരണമാണ് ക്രൂശ് മരണം. യേശു ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ സപ്തമൊഴികളിൽ നമ്മൾ 5 എണ്ണത്തിനെ പറ്റിയും ചിന്തിച്ചു കഴിഞ്ഞു. ഇനി യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ 7ാം മൊഴി അല്ലെങ്കിൽ അവസാന മൊഴി. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 23-ാം അധ്യായം 46-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 46. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. Father, into your hand I commit my spirit. എലിസബത്ത് ഷിനയിലെ ആംഗലേയ ഭാഷയിലെ കവിതയാണ് There is a man on the cross. ഇതിന്റെ മലയാള പരിഭാഷയിലെ ചില വരികളാണ്. ഒടുവിൽ ഒരു മനുഷ്യനെ കണ്ടു, കുരിശിന്റെ വ്യതയിൽപ്പെട്ടുണരുന്ന ഒരുവൻ. അവൻ എന്നോടോതി, ലോകത്തിലേക്ക് പോവുക, കാണുന്നവരോടെല്ലാം പറയുക, കുരിശിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് യേശു ക്രിസ്തു. 3 ആണിനെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട് എന്ന വിശ്വാസമാണ് ഓരോ മൊഴിയും നമുക്ക് പകർന്നു നൽകുന്നത്. യേശു ക്രിസ്തു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത രീതികളിലാണ് യേശു ക്രിസ്തു തന്റെ 7 മൊഴികളും നമ്മോട് പറയുന്നത്. ഇതിൽ 1-ാമത്തെയും 4-ാമത്തെയും 7-ാമത്തെയും മൊഴികൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 4ഉം 7ഉം തമ്മിൽ അഗാധമായ ഒരു ബന്ധം നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ 3ഉം പ്രാർത്ഥനകളും നിലവിളികളും ഒക്കെയാണ്. അതിൽ 1-ാമത്തെ മൊഴി ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ക്ഷമാപണം. 4-ാമത്തേതിനെ നമുക്ക് യേശു ക്രിസ്തുവിനെ വേദന സഹിക്കാൻ കഴിയാതെയുള്ള നിലവിളി എന്ന് പറയാം. 7-ാമത്തേത് നിലവിളിച്ചുകൊണ്ട് ആത്മാവിനെ അതിന്റെ ഉടമസ്ഥനായ പിതാവിന്റെ തൃക്കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. 7 എന്ന സംഖ്യയ്ക്ക് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ നിരവധി പ്രാധാന്യങ്ങളെ നമുക്ക് കാണുവാനായി കഴിയുന്നു. വെളിപാട് പുസ്തകത്തിലെ 7 മുദ്രകൾ. ദൈവം സൃഷ്ടിയുടെ പൂർത്തീകരണത്തിനായി 6 ദിവസം എടുത്തു. 7ാം ദിവസം വിശ്രമമെന്നും അല്ലെങ്കിൽ ശബത്ത് എന്നും അറിയപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണ ദിവസവും ജന്മ ദിവസവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മരണദിനത്തിൽ അവസാനം പറയുന്ന വാക്കുകൾ എന്നും ശ്രദ്ധേയമാണ്. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ നാം അത് മറന്നു പോകാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ ഇന്നും നാം 7ാം മൊഴിയായി ചിന്തിക്കുകയാണ്. ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിന്റെ ബയോഎത്തിക്സ് വിഭാഗം തലവൻ ഡാനിയൽ സൽമസി മരണാനന്തര രോഗികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിന് ഒരു പഠനം നടത്തി. അതിനായി അവരെ 18 മണിക്കൂർ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുത്തി. അവരുടെ മുഖഭാവവും സ്വഭാവവും അവരുടെ രീതികളും ശൈലികളും അറിയുന്നതിനാൽ ഓരോ മുറിയുടെയും വ്യത്യസ്ത ഭാഗങ്ങൾ അവർക്ക് കാണാൻ കഴിയാതെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. എന്നിട്ട് അദ്ദേഹം ആ 18 മണിക്കൂറും അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് ഏകാഗ്രരായിരുന്ന ആ 18 മണിക്കൂറും അവർ ഭയചകിതരായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തോ അവരെ ഭയപ്പെടുത്തുന്ന ഒന്ന് അവരുടെ ഉള്ളിലുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ അത് എല്ലാ വ്യക്തികൾക്കും ഒന്നല്ല എന്നും അദ്ദേഹം കണ്ടെത്തി. ഓരോ വ്യക്തികൾക്കും തന്റെ ജീവിതത്തിൽ മരണ സാഹചര്യത്തിന് മുമ്പ് വരെ ചെയ്ത പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനത്തിലായി
എന്തായിരിക്കും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന പേടി. അപ്പൊ അദ്ദേഹം എല്ലാവരും ഭയചകിതരാണ് എന്ന് കണ്ടെത്തി. അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് വേർക്കുകയും അവരുടെ ശരീരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുകയും താഴുകയും അവരുടെ ശരീരം വല്ലാതെ വിറക്കുകയൊക്കെ ചെയ്തു. ഒറ്റയ്ക്കായിരുന്ന 18 മണിക്കൂറിനെ പറ്റി അദ്ദേഹം അവരോട് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞത് ചെയ്തു തീർക്കാത്ത ഒരുപാട് പ്രവർത്തനങ്ങളുടെ പട്ടിക, ഒരു നീണ്ട പട്ടിക പലരും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരത്തി. മറ്റുള്ളവരോട് ചെയ്ത പാപങ്ങളെയും തെറ്റുകളെയും മൊത്തം ചിലർ വിങ്ങി കരഞ്ഞു. തുടർന്ന് അദ്ദേഹം കണ്ടെത്തി, ഈ ലോകത്തിൽ നിന്നും ആരും സംതൃപ്തിയോടെ മടങ്ങുവാനായിട്ട് മനസ്സുകൊണ്ട് തൃപ്തരല്ല, അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് യേശുവിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെയായിരുന്നു, ഈ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ്. മരണത്തെ വളരെ ഭയത്തോടും അതിനെ വളരെ സങ്കടത്തോടും കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്നും ഇന്നും നാം ആയിരിക്കുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലാണ് യേശുവിന്റെ വിടവാങ്ങൽ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത്. യേശുവിന്റെ 7-ാം മൊഴിയിൽ നിന്നും 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. ഒന്നാമതായി സംതൃപ്തിയോടുള്ള മരണത്തിന്റെ ആഹ്വാനം, അല്ലെങ്കിൽ ജീവിത മടക്കത്തിന്റെ ആഹ്വാനം. സ്വർഗോന്നതികളിൽ വാസം ചെയ്യുന്ന യേശുവിന്റെ ശരീരധാരണം ഒട്ടും ആകസ്മികമായിരുന്നില്ല, മറിച്ച് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചതിന്റെ ദൈവോദ്ദേശം തന്നെ മാനവരാശിയുടെ പാപമോചനമായിരുന്നു. അതിനെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിരുന്നു. തന്റെ ഭൂമിയിലേക്കുള്ള ആഗമന ഉദ്ദേശത്തെ പറ്റി, അതായത് വരവുദ്ദേശത്തെ പറ്റി യേശുക്രിസ്തു ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ ബോധവാനായിരുന്നു. കുരിശിൽ, അല്ലെങ്കിൽ ഗോൽഗോഥായിൽ അതിന്റെ പൂർത്തീകരണം സാധ്യമാവുകയാണ്. യഹൂദരുടെ കുടുംബ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് യേശുവിടെ ഉരുവിടുന്നത്. സങ്കീർത്തനം 31:5 ഇങ്ങനെ കാണാൻ കഴിയുന്നു: നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ബാല്യത്തിൽ പഠിച്ചത് ജീവിതത്തിൽ സങ്കടമാകുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. യേശുവിന്റെ ജീവിതത്തിന്റെ ആകെ തുകയാണ് ഈ 7-ാം മൊഴി. തന്റെ ജന്മോദ്ദേശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നതാണ് യേശുവിന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും. ഒരു മാതാപിതാക്കൾക്ക് അവൾ ഏക മകളായിരുന്നു. ഒരു നാളിൽ തന്നെ താലോലിച്ച് വളർത്തിയ അമ്മയപ്പന്മാരെ വിട്ട് സ്നേഹിച്ച പുരുഷനോടൊപ്പം അവൾ ഇറങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും ആ മകളെ കാണാനും സംസാരിക്കാനും ആ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവളുടെ മനസ്സ് നീറുകയായിരുന്നു. മനസ്സിന്റെ വേദന സഹിക്കാനാകാതെ അവൾ അവർക്ക് കത്തുകൾ എഴുതി തുടങ്ങി. ഒരിക്കൽ പോലും അവൾക്ക് മറുപടി ലഭിച്ചില്ല. എങ്കിലും എല്ലാ ദിവസവും അവൾ 1-2 കത്തുകളെങ്കിലും എഴുതി, എന്നിട്ടത് പോസ്റ്റ് ചെയ്തു. എങ്കിലും അവൾക്ക് ഒന്നിനും മറുപടി ലഭിച്ചില്ല. അവൾ കാത്തിരുന്നു. അവളുടെ കാത്തിരിപ്പ് വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതിനോടൊപ്പം അവളുടെ കാത്തിരിപ്പ് നീണ്ടുപോയി. വർഷങ്ങൾ പോയതറിയാതെ അവൾ തിരിച്ച് എന്തെങ്കിലും ഒരു കത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടിക്കായി അവൾ കാത്തിരുന്നു. ഒടുവിൽ ഒരു നാൾ അവളെ തേടി അമ്മയപ്പന്മാരുടെ വിലാസത്തിൽ നിന്നും ഒരു പാഴ്സൽ എത്തി. അവൾ അതിനെ ഒരുപാട് മുത്തം കൊടുത്ത് സ്നേഹത്തോടെ അതിനെ വാരി പുണർന്ന് ഇരുന്നു. അതിനെ തുറന്നു നോക്കി. അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അതിനെ തുറന്നു നോക്കി. എന്നാൽ ഒന്ന് കരയാൻ പോലും ആകാതെ അവൾ നിശ്ചലയായിരുന്നു. താൻ അയച്ച ഒരു കത്ത് പോലും തുറന്നു നോക്കാതെ അമ്മയപ്പന്മാർ അതുപോലെ തിരിച്ചയച്ചിരിക്കുന്നതാണ് അവൾ കണ്ടത്. തുടർന്ന് പിന്നെ അധികകാലം അവൾ ഉണ്ടായില്ല. കടുത്ത വിഷാദത്തിലായ അവൾ പ്രിയമുള്ളതിനോടെല്ലാം വിട പറഞ്ഞ് യാത്രയാണ്. എലിസബത്ത് ബാറ്റ്സൺ എന്ന കവയിത്രിയുടെ ജീവിതമായിരുന്നു ഇത്. ഒരു വ്യക്തിയെ ഉന്നതനാക്കുന്നത് തനിക്ക് ലഭിച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കി എന്ന സ്വയമേയുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ സ്വയമേയുള്ള ഉറപ്പാണ് ഒരു വ്യക്തിയെ ഉന്നതനാക്കുന്നത്, ഒരു വ്യക്തിയെ താഴ്ത്തുന്നത്. അത് തന്നെയാണ് യേശുവിന്റെ നിയോഗങ്ങളിൽ അവസാനത്തേതായി നമുക്ക് ഈ 7-ാം മൊഴിയെ കണക്കാക്കാം. അതായത് ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുക എന്നുള്ളത്, അതിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ തൃക്കൈയിൽ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു നിയോഗമായിരുന്നു. ജോലിപരമായി നാം യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശു ഒരു മരപ്പണിക്കാരനാണ്. ക്രിസ്തുവിന്റെ നിയോഗം എന്നാൽ മാനവരാശിയുടെ വീണ്ടെടുപ്പുമാണ്. ദൈവരാജ്യം എന്ന സമൂഹത്തിലാണ് അത് നിറവേറുന്നത്. ദൈവരാജ്യം നമ്മുടെ സഭയാണ്. ക്രിസ്തുവിന്റെ നിയോഗം അനേകർക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. മറ്റുള്ളവർക്ക്
സാന്ത്വനമായും സഹനമായും സ്നേഹമായും തീരുന്നതായിരുന്നു യേശുവിൻ്റെ മരണം അല്ലെങ്കിൽ യേശുവിൻ്റെ വിടവാങ്ങൽ എന്നുള്ളത്. ക്രിസ്തു വിശ്വാസിയുടെ നിയോഗവും അത് തന്നെയാണ്. മരണത്തെ മുന്നിൽ കാണുമ്പോൾ യേശു ഒട്ടും പതറുന്നില്ല, പകരം വിജയഭേരി മുഴക്കുകയാണ്. അവസാനത്തെ മൊഴി യേശു പറയുന്നത് അത്യുച്ചത്തിലാണ്. അതിനെ ഒരു വിമോചന കാഹളമായാണ് സഭ മനസ്സിലാക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും വിജയിച്ച ഒരു മനുഷ്യന്റെ ആഹ്ലാദമാണ് നമുക്ക് ആ മൊഴിയിലൂടെ കാണുവാനായി കഴിയുന്നത്. ഒരു യാത്ര വിജയകരമായി പൂർത്തീകരിച്ച ഒരു യാത്രികന്റെ സന്തോഷവും സംതൃപ്തിയുമാണ് യേശുവിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. അത്രയും തൃപ്തിയോടെയാണ് യേശു ഈ ഭൂമിയിൽ നിന്നും യാത്ര മുഴിച്ചിരുന്നത്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും അർത്ഥവത്താക്കി മാറ്റി തൃപ്തരായി മടങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഈ മൊഴി തന്നെയാണ്. രണ്ടാമതായി, ജീവനിഷേധങ്ങൾക്ക് ബദലാകുന്നതിനുള്ള ആഹ്വാനം. ആത്മാവിന് ഈ ഭൂമിയിൽ ബന്ധമില്ല, ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവുമായൊരു ആത്മാവുണ്ട് എന്ന മുഹമ്മദ് സുബൈറിന്റെ വരികളെ അനർത്ഥമാക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ ഈ അവസാനത്തെ വാക്കുകൾ. ശരീരവും ആത്മാവും വ്യത്യസ്തങ്ങളാണ് എന്നുള്ളത് എല്ലാ സഭാവിഭാഗങ്ങളും അംഗീകരിച്ച ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു സത്യമാണ്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകണമെന്ന് പഠിപ്പിച്ച യേശു അവസാനത്തിൽ മണ്ണിനുള്ളത് മണ്ണിനും ദൈവത്തിനുള്ളത് ദൈവത്തിന്റെ കയ്യിലും സമർപ്പിക്കുകയാണ്. ശരീരം മണ്ണിൽ നിന്ന് രൂപപ്പെട്ടതും എന്നാൽ ആത്മാവ് ദൈവദത്തമായി ലഭിച്ചതും ആണ്. അത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണത്തിനെ ഒരു ഭയത്തോടെയോ ഒരു വിഷമതയോടെയോ കാണേണ്ടതല്ല. ഇനി ഓരോ വിശ്വാസിയുടെ ഓരോ ക്രൈസ്തവന്റെയും വിശ്വാസമാണ്. നമുക്ക് ഓരോരുത്തർക്കും നാം പറയാറുണ്ട് നിത്യജീവനിലേക്കുള്ള പ്രത്യാശ എന്നുള്ളത്. നമ്മുടെ ഈ ഭൂമിയിലെ മരണത്തിനു ശേഷം ഇനിയൊരു ജീവിതം സ്വർഗത്തിലുണ്ട് എന്നുള്ള വിശ്വാസം കൂടിയാണ് ഈ മൊഴി നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പോലെ അവസാന നിമിഷങ്ങളിൽ സംതൃപ്തമായി അല്ലെങ്കിൽ ആത്മാവിനുള്ളത് ആത്മാവിനും മണ്ണിനുള്ളത് മണ്ണിനും നൽകാൻ നമ്മെ പ്രാപ്തരാക്കണം യേശു ക്രിസ്തുവിന്റെ ഈ മൊഴി. ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ ശരീരം മണ്ണിൽ ലയിക്കും എന്ന അറിവോടെയാണ് യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഭരമേൽക്കുന്നത്. ജീവന് നേരെയുള്ള ഭീഷണികൾ ഉയർന്നു വരുന്ന സമകാലിക പശ്ചാത്തലത്തിൽ ആത്മാവിനെ ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രസക്തിയുണ്ട്. ഏഴാം മൊഴി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഏഴാം മൊഴി പ്രയോഗിക്കുവാനായി കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിതാവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയം ഉണ്ടാകുമ്പോൾ എന്റെ ജീവിതം നിന്റെ കയ്യിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി പിതാവേ. എല്ലായ്പ്പോഴും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ യേശു ക്രിസ്തുവിനെ ഈ മൊഴിയിലൂടെ നമുക്ക് കഴിയണം. ഒരാൾ മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിയതുപോലെ നമുക്ക് ലഭിച്ചതാണ് ഈ ജീവിതം. അത് എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ യേശുവിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ജീവനെ ഹനിക്കുന്ന അല്ലെങ്കിൽ ജീവനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ തടയണം. അതിനായിരിക്കണം യേശു ക്രിസ്തുവിന്റെ ഈ മൊഴി നമ്മെ വിശ്വസിപ്പിക്കേണ്ടത്. അതാണ് യേശുവിന്റെ ഈ വാക്കിൽ നിന്നും നാം ആർജിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുക വഴി ജീവിതത്തിന്റെ ഒരു വലിയ കാലചക്രം യേശു ക്രിസ്തു വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. എന്നും അസൂയയോടെ മാത്രം നോക്കി നിൽക്കാവുന്ന ഒരു വിടവാങ്ങലാണ് യേശുവിൻ്റെത്. ഓരോ നിമിഷവും പാഴാക്കാതെ അർത്ഥവത്താക്കി ജീവിക്കുന്നവർക്ക് മാത്രം പ്രാപ്യമായ മടങ്ങിപ്പോകാണ്. സ്വന്തം ജീവിതത്തിലെ ദൈവോദ്ദേശം തിരിച്ചറിയുകയും അതിനെ പൂർത്തീകരിക്കാൻ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും യേശു പ്രവർത്തിക്കുകയാണ്. അത് നമ്മുടെ സത്യവേദ പുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. വിടവാങ്ങൽ സമയത്ത് യേശുവിനെ പോലെ മൊഴിയാനാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗത്തെ മനസ്സിലാക്കുകയും അതെന്താണെന്ന് അറിഞ്ഞ് കൃത്യമായി അതിനെ പൂർത്തീകരിക്കുവാൻ കഴിയണം. അതിനുള്ള അവസരമാണ് ഓരോ നോമ്പുകാലം നമുക്ക് നൽകുന്നത്. പ്രശസ്തമായ സാമൂഹിക പ്രവർത്തക കാതറിൻ ഡോക്ലിറ്റി അവരുടെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ്: നോമ്പുകാലം നമ്മിലേക്ക് ആഴത്തിൽ കടന്നു പോകുന്ന സമയമാണ്. നമുക്കും ദൈവത്തിനുമിടയിൽ എന്താണ് എന്ന് തിരിച്ചറിയേണ്ട സമയം. നമുക്കും നമ്മുടെ സഹോദരികൾക്കുമിടയിൽ നമുക്കും ജീവിതത്തിനുമിടയിൽ അതെന്ത് തന്നെയാണെങ്കിലും നമുക്കും ദൈവവുമായൊരു ബന്ധം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ നോമ്പുകാലം
വലിച്ചു കീറേണ്ട സമയമാണ് നോമ്പുകാലം. നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള നോമ്പുകാലം അതിനായിരിക്കും. ഇന്ന് നാം ധ്യാനിച്ച അവസാന മൊഴിയെ പറ്റി വിശുദ്ധ അത്തനേഷ്യസ് ഇങ്ങനെയാണ് പറയുന്നത്: ജീവനാഥന്റെ അടുത്ത് വരുവാൻ മരണത്തിന് പേടിയായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു അവസാന മൊഴി പറയുന്നത് ഒരു അത്യുച്ചത്തിലാണ്. ഞാൻ പറഞ്ഞു, ഒരു വിമോചന കാഹളമായാണ് യേശു പറയുന്നത്. അത്യുച്ചത്തിൽ മരണത്തിനും കേൾക്കുന്ന രീതിയിൽ സ്വന്തമായി തന്നെ മരണത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. ജീവനാഥന്റെ അടുത്ത് വരുവാൻ മരണത്തിന് പേടിയായിരുന്നു. അതുകൊണ്ട് യേശു നമ്മുടെ പാപമോചനത്തായി മരണത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു ആത്മാവിനെ തൃപ്തിയിൽ ഏൽപ്പിച്ചത്. യേശു തന്റെ ജീവൻ സ്വയം മനസ്സാലെ സമർപ്പിച്ചത് മാനവരാശിയിലെ പാപമോചനത്തിനായിരുന്നു. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടി. ഈ മൊഴിയിലൂടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുക വഴി നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ കാലചക്രം നാം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയോടെ മടങ്ങുവാനും അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ നൽകുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.